വിനയ് ഏത് കോസ്റ്റ്യൂം ഇട്ടിട്ടായിരിക്കും വരുന്നത്, എങ്ങനെയായിരിക്കും അപ്പൊ എങ്ങനെ ഉണ്ടാവും കാണാന്നൊക്കെ ആയിരിക്കും. പിന്നെ ആ മീശയും ആ കോസ്റ്റ്യൂം എല്ലാം ഇട്ട് വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷെ എന്താ പറയാ, അതിന്റെ കൂടെ നമുക്ക് ആ ഒരു ചിരിയും വരും. വിനയ് നല്ലോണം ഡാൻസ് ചെയ്യും, വിനയും നല്ലോണം അഭിനയിക്കും, നല്ലോണം പാട്ട് പാടും ഇല്ലേ? എന്റെ ഭാര്യയോട് അംഗീകരിക്കാറോ ഹോം ടൂറിന് പാട്ട് പാടി അത് പൊളിച്ചായിരുന്നു കേട്ടോ. ഫ്ലാഷ് ബാക്ക് മഞ്ജുനത് അംഗീകരിക്കാൻ പറ്റാറില്ല പലപ്പോഴും. മഞ്ജുനത് അംഗീകരിക്കാനും പറ്റാറില്ല. 25 ഇന്റർവ്യൂ എന്തോ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തു. ഇതിലൊരിക്കലും മഞ്ജു അത് അംഗീകരിച്ചിട്ടില്ല. പക്ഷെ ആ ഫ്ലോ അത്ര നന്നായില്ല കേട്ടോ. അത് കുഴപ്പമില്ല. അതെന്താന്നറിയാമല്ല, സത്യസന്ധമായിട്ട് എന്റെ മുഖം ആദ്യം റെസ്പോണ്ട് ചെയ്യും, പിന്നെ എനിക്ക് കള്ളം പറയാൻ വരുള്ളൂ. ചെറിയ തോൽവിയാണ് അത്. തല്ലൂട്, ഞങ്ങള് കുറച്ചത് മാറി നിങ്ങൾ തമ്മിലൊന്ന് തീരുമാനമാക്കുന്നത്. എന്റെ ലൈഫിൽ എനിക്കൊരു മേജർ പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ വിചാരിക്കും എന്റെ പ്രശ്നമാണ് ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നമാണല്ലോ. ഞാൻ മഞ്ജുവിനോട് സംസാരിച്ചു കഴിയുമ്പോൾ മഞ്ജുവിനുണ്ടാവും, അവനോട് സംസാരിച്ചു കഴിയുമ്പോൾ അതിലും വലിയ പ്രശ്നം അവനുണ്ടാവും. എല്ലാ ആളുകളും നമ്മള് ലൈക്ക് we all are fighting a battle. ഒരു വൈക്കം മുഹമ്മദ് ബഷീർ കഥ വായിച്ചതുപോലെ ഉണ്ട്, ഒരു ആമേൻ ഫീൽ ഉണ്ട്, ഒരു ഇബിലീസിന്റെ വൈബ് ഉണ്ട്. അങ്ങനെ പെരുമാനി ടീസർ കണ്ടപ്പോൾ മനസ്സിലേക്ക് വന്ന ഒരുപാട് തോട്ട്സ് ഒക്കെ മാറ്റി വെച്ചിട്ട് റിയാലിറ്റിയിൽ പെരുമാനിയുടെ പെരുമകൾ എന്തൊക്കെയാന്ന് പെരുമാനി ഗൈസിനോട് തന്നെ ചോദിക്കാം. അപ്പോൾ വെൽക്കം ടു മൈൽ സ്റ്റോൺ മേക്കേഴ്സ്, വിനയ് ഫോർട്ട്, സണ്ണി വെയിൻ ആൻഡ് ദീപ തോമസ്. സുഖല്ലേ? ടീസറിന്റെ കാര്യത്തിൽ ഇങ്ങനെ കുറേ ഡൗട്ട്സ് ഉണ്ട്, തോട്ട്സ് ഉണ്ട്. ശരിക്കും പെരുമാനീനെ ഈ പറഞ്ഞ സിനിമകളൊന്നും അല്ലാണ്ട് ക്ലോസസ്റ്റ് എന്താ പറയാ റിസംബ്ലൻസ് എന്ന് പറഞ്ഞ ഒരു സിനിമ പറയുകയാണെങ്കിൽ ഈ സിനിമ പോലെ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഏത് സിനിമയെ പറയാ? ശരിക്കും അതെന്നിട്ട് ആരും പറഞ്ഞിട്ടില്ലല്ലോ. എന്നോട് ഈ സിനിമ കണ്ടൊരു ഡയറക്ടർ ഉണ്ട്, പുള്ളി കുറച്ച് വലിയ ഡയറക്ടറാ. അദ്ദേഹം പടം കണ്ടിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പുള്ളി പറഞ്ഞത് ഈ സിനിമ പൊന്മുട്ടിടുന്ന താറാവ് പോലത്തെ സിനിമയാണ്. പൊന്മുട്ടിടുന്ന താറാവ് എൻ്റെ മറ്റേ മോസ്റ്റ് ഫേവറേറ്റ് 10 ഫിലിംസിൽ ഒരു ഫിലിമായിരിക്കും. അപ്പൊ അതേപോലത്തെ സിനിമയാണ്. അപ്പൊ നിങ്ങൾ ഈ സിനിമയെ അങ്ങനെ പ്രൊമോട്ട് ചെയ്ത ആളുകളിലേക്ക് എത്തിക്കണം. എന്റെ ഒരു തോട്ട് അതിലാ നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പൊളിക്കൂട്ടോ അല്ലേ? പൊന്മുട്ടിടുന്ന താറാവ് പോലെ ക്ലാസിക് അല്ല സിനിമ. സത്യം. ഇത് പക്ഷെ കംപ്ലീറ്റ്ലി ഒരു ഫാന്റസി മൂവി അല്ലേ? ഒരു ബ്ലെൻഡ് ഉണ്ട് അല്ലേ? ഒരു നമുക്ക് പറയാനാണെങ്കിൽ പറയുന്ന പോലെ മാജിക്കൽ റിയലിസം അല്ലെങ്കിൽ ബഷീറിയൻ അങ്ങനെ ഖസാക്കിന്റെ അങ്ങനെ പല കാര്യങ്ങൾ പറയാം. പക്ഷെ ഇതിൻ്റെയൊക്കെ ഒരു ബ്ലെൻഡ് ഉണ്ട്, റിയാലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും പറഞ്ഞ പോലെ മഞ്ജു ഒരു സ്ക്രീൻ പ്ലേ എഴുതുമ്പോൾ അത് ഭയങ്കര കൾച്ചറലി റൂട്ടഡ് ആയിരിക്കും. ഇയാളൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ പ്രദേശത്തിൻ്റെ ഒരു മറ്റേ ഭക്ഷണവും വസ്ത്രവും ആളുകളുടെ രൂപവും അവരുടെ വിശ്വാസങ്ങളും അവരുടെ മ്യൂസിക്കും എല്ലാം എക്സ്പ്ലോർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു തിരക്കഥയാണ്. അപ്പം അത് തന്നെയാണ് എനിക്ക് ഈ സിനിമയുടെ റൈറ്റിങ്ങിലും തോന്നിയിട്ടുള്ളത്. ഇഷ്ടപ്പെട്ടു. മഞ്ജുവിന്റെ സിനിമയിൽ ആദ്യമായിട്ടില്ലേ അല്ലേ? രണ്ടാമത്തെ പരീക്ഷണമല്ലോ, മൂന്നാമത്തെ ഫ്രഞ്ച് വിപ്ലവത്തിൽ എല്ലാ സിനിമയിലും ഉണ്ടായിരുന്നു. അതെന്താണ് അങ്ങനെ? മഞ്ജു സണ്ണി വെയിൻ അങ്ങനെയൊന്നുമില്ല, ഒരു ഭാഗ്യം അങ്ങനെ അങ്ങനെ പുള്ളിയോട് വർക്ക് ചെയ്യാൻ പറ്റുക. നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോ? ആദ്യത്തെ സിനിമയുടെ സ്ക്രിപ്റ്റ് പറഞ്ഞ അന്നോട്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇവര് രണ്ടാളും മഞ്ജുവിന്റെ സിനിമയിൽ പുതിയതായിട്ട് വരുന്ന ആളുകളാണ്. അങ്ങനെ പുതിയതായിട്ട് ഒരു മഞ്ജു മൂവിയിലേക്ക് വരുന്ന ആളുകളോട് ഇഫ് ഡയറക്ടറിനെ കുറിച്ച് ഒരു ഇൻട്രോ കൊടുത്ത് എന്താ കൊടുക്കുക? അവന് നേരത്തെ പരിചയമുണ്ട്, എനിക്ക് നേരത്തെ അറിയാം. വൺ ഓഫ് ദ ഫൈനസ്റ്റ് ഡയറക്ടർ ഇൻ മോളിവുഡ്. അല്ലെങ്കിൽ എന്താ പറയുക, സിനിമ എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക, സിനിമ എന്ന് പറഞ്ഞ അല്ല ആ ഒരു ഏരിയയിലുള്ള ഒരു അത്രയും ക്രിയേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു നമ്മൾ വർക്ക് ചെയ്യാത്തൊരു പുതിയൊരു ഐറ്റം ഉണ്ട്. ഞാൻ പറഞ്ഞ ചില ഇപ്പം
വിനയ് ഡോണിനെ കുറിച്ച് പറഞ്ഞ ഫാമിലിയുടെ സമയത്ത് എങ്ങനെയാണ് വെൽ പ്രിപ്പയർഡ് ആയിട്ട് ചെല്ലുമ്പോ വിനയ് ഇത് വേണം കേട്ടോ നല്ല നാടകം പോലെയായിട്ട് അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ നമ്മള് ക്യാമറ ഒക്കെ ഫേവർ ചെയ്ത് നിൽക്കുമ്പോൾ അത് എങ്ങോട്ട് ഫേവർ ചെയ്യണ്ട പിന്നെ വിനയുടെ കാര്യം ശ്രദ്ധിച്ചോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറെ പോയിന്റ്സ് ഉണ്ടാവുമല്ലോ ഓരോ ഡയറക്ടേഴ്സിനും അവരുടേതായിട്ട്. അവരുടെ സെറ്റിലേക്കാണ് പോണത് ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ ഏതാ പറയാ ഫൈനസ്റ്റ് ഡയറക്ടേഴ്സ് ഒന്നും വേണ്ട അല്ലാണ്ട് അങ്ങനെ എന്താ പറയാ ഒരു പെർട്ടിക്കുലർ പോയിന്റ് മനുഷ്യനെ പറ്റി പറയുകയാണെങ്കിൽ അൺപ്രഡിക്റ്റബിൾ എന്ന് പറയാം. എന്താണെന്ന് ഇതുവരെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. മൂന്നാമത്തെ തേർഡ് സിനിമ ആയിട്ടേ ഉള്ളൂ. അപ്പം അത് വേറെ ജോണറായിട്ടാണ് വരുന്നത്. ഇനിയിപ്പോൾ അടുത്ത പിന്നെ പുള്ളിയായിട്ട് ഇരിക്കുന്ന സമയത്ത് പല കഥകൾ പറയാറുണ്ട്. പല കഥകൾ പറയുമ്പോൾ നമ്മൾ കേട്ട് പരിചയമില്ലാത്ത കഥകൾ, പശ്ചാത്തലങ്ങൾ, കഥാപാത്രങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് പിന്നെ വീണ്ടും മജു മൂവീസ് ഞാൻ വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ അടുത്ത് എന്ത് കൈൻഡ് ഓഫ് സിനിമ ആയിരിക്കും എന്നുള്ളത്. അപ്പം എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല പുള്ളിയാണ്. ഇതൊരു കോൺസ്റ്റന്റ് കോംബോ ആയിട്ട് പോവോ ഇങ്ങനെ? ആഗ്രഹമുണ്ട്, നല്ല ആഗ്രഹമുണ്ടെന്ന് അല്ലേ? ദീപ, ഞാൻ ആക്ച്വലി ദീപനെ സ്ക്രീനിൽ കാണുമെന്ന് പ്രതീക്ഷിച്ചത് ബിഗ് ബോസ് സീസൺ 6-ലാണ്. കാരണം എന്താണെന്നറിയോ, ബിഗ് ബോസ് സീസൺ 6 ഇറങ്ങുന്നതിന് ഒരു മാസമൊക്കെ മുമ്പോട്ട് ഈ പ്രഡിക്ഷൻ ലിസ്റ്റ് വരുമല്ലോ. അതില് എപ്പോ ഏത് പ്രഡിക്ഷൻ ലിസ്റ്റ് വന്നാലും പേരുകൾ മാറും. പക്ഷെ അതിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഉണ്ടായിരുന്ന ഒരു പേരാണ് ദീപ തോമസ്. ഇല്ലേ? വന്നായിരുന്നു? നീ പോവാഞ്ഞതാണോ? ഇല്ല, വന്നിട്ടൊന്നുമില്ല. അപ്പൊ പിന്നെ അത് ആരാ അങ്ങനെ ഒരു കിംവദന്തി പറഞ്ഞിട്ട്? പ്രഡിക്ഷൻ ലിസ്റ്റ് അല്ലേ, അപ്പൊ അവരായിട്ടിടുന്ന. പക്ഷെ ഈ പറഞ്ഞ ഒരുവിധം ലിസ്റ്റിലുള്ള ആൾക്കാരൊക്കെ ഇതിന്റെ അകത്തുണ്ട്. ഇല്ല, എനിക്ക് ഇതുവരെ കോളും വന്നിട്ടില്ല. ഞാൻ പോകും. ഓക്കെ, ഈ പെരുമാനിയുടെ പെരുമകളുമായി അവർ എത്തുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഒക്കെ പുറത്തിറക്കിയത്. അങ്ങനെ പെരുമകൾ ചോദിച്ചാൽ മജുചേട്ടൻ വന്ന കഥ പറഞ്ഞിട്ട് അതിന്റെ പോസിറ്റീവായിട്ട് തോന്നിയ കാര്യങ്ങൾ ചോദിച്ചാൽ എന്താ പറയാ? എനിക്ക് ഈ സിനിമ ഇപ്പൊ മൊത്തത്തിൽ ഈ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ. പിന്നെ ഒരു നാടിനെ പറ്റി സംസാരിക്കുന്ന, അതും ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ചൊരു ക്യാരക്ടറുമാണ്. ഒരു നാട്ടിൻ പ്രദേശത്ത് നടക്കുന്ന ഒരു സംഭവത്തിലൊരു നല്ലൊരു ക്യാരക്ടർ. അതെ, വേറെ തന്നെ നമ്മളല്ലാത്തൊരു ക്യാരക്ടർ ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു എക്സൈറ്റ്മെന്റ് ആണല്ലോ. അപ്പം അത്രയും സ്പെഷ്യലാണ് എനിക്ക് ഈ സിനിമ. അപ്പം ഇതൊക്കെ തന്നെ. വിനയ് ഏതാണ്ട് പറഞ്ഞു പെരുമാനിയുടെ ഒരു ഹൈലൈറ്റ്. സണ്ണിയോട് ചോദിച്ചാൽ എന്താ പറയാ? പെരുമാനിയുടെ പെരുമകൾ ചോദിച്ചാൽ ലിസ്റ്റ് ഇട്ട് പറയാൻ പറഞ്ഞ അവിടുത്തെ ആളുകളുടെ പേര് തന്നെ വലിയൊരു പെരുമയുള്ള പേരാണ്, പെരുമാനി എന്ന് പറയുന്നത്. പിന്നെ അവിടെ പെരുമാനി തങ്ങളുണ്ട്. പെരുമാനി തങ്ങൾ, പെരുമാനി തങ്ങളെ ആ നാടിനെ കാക്കണ പെരുമാനി തങ്ങളുണ്ട്. അതൊരു ഇമാജിനറി കഥാപാത്രമാണോ? ഇമാജിനറി എന്ന് പറയാം, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇമാജിനറി എന്ന് പറയാം, പക്ഷെ ഇമാജിനറി അല്ല. എന്നാലും ആ നാടിനെ കാക്കുന്ന, അല്ലെങ്കിൽ എന്താ പറയാ, നാടിനെ എന്താ പറയാ, അങ്ങനത്തെ ഒരു ക്യാരക്ടർ അവിടെ എക്സിസ്റ്റ് ചെയ്തിരുന്നു. പിന്നെ അവിടുത്തെ ഭക്ഷണം പറഞ്ഞിട്ടുണ്ടാവും. പെരുമാനി പത്തിരി എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങള് അവരുടെ ഉപജീവനം നടത്തുന്നത് ഈ പത്തിരി വിട്ടിട്ടാണ്. ഇത് ശരിക്കും പെരുമാനി എന്ന് പറഞ്ഞ ഒരു സ്ഥലം ഇല്ലല്ലോ. പെരുമാനി ശരിക്കും സ്ഥലമുണ്ട്, റിയൽ ആയിട്ടുണ്ട്, പക്ഷെ അതായിട്ട് ഇത് ഒരു ബന്ധമില്ല. പെരുമാനി എന്ന് പറഞ്ഞ ശരിക്കും ഒരു സ്ഥലമുണ്ടോ? അതെവിടെയത്? അത് പെരുമ്പാവൂർ അടുത്ത് എവിടെയാ? നൈസ്. ഓക്കേ, ഇതെവിടെയാ? ഇതിന്റെ ഷൂട്ടൊക്കെ എവിടെയായിരുന്നു? ശരിക്കും കൂട്ടത്തിൽ ഈ പെരുമാനിയുടെ പ്രൊമോഷൻ ഇല്ലേ, പ്രൊമോഷന് കാശ് കൊടുത്തത് ഏറ്റവും വെറുത്തായത് വിനയ്ക്കാണ്. വിനയ് ഇത് പണ്ട് തൊട്ടേ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങിയല്ലോ. വിനയുടെ ലുക്കിൽ ഈ സാധനം ഭയങ്കര വൈറലായല്ലോ. ഇത് ഇന്നലെ ടീസർ കണ്ടപ്പോഴും എനിക്ക് വിനയുടെ ലാസ്റ്റത്തെ സീനൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ചിരി പൊട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ നിപ്പൊക്കെ, ഇങ്ങനത്തെ ഒരു നിപ്പുണ്ടല്ലോ, അത് സ്വർണ്ണപ്പല്ലി അടിച്ചിട്ട് ഇതൊക്കെ കണ്ട് ചിരിക്കായിരുന്നു. നിങ്ങൾ ആക്ച്വലി, ഞാൻ ഒരു കഥ കേട്ടായിരുന്നു, വിനയുടെ ഒരു ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു സീനാണ്. അത് വിനയ് ഭയങ്കര രസമായിട്ട് പെർഫോം ചെയ്യുകയും ചെയ്തു. പക്ഷെ ചുറ്റുമുള്ളവരുടെ റിയാക്ഷൻ കാരണം ഇത് കുറേ ടേക്ക് പോയിന്ന്. അത് എന്തായിരുന്നു സാധനം? നിങ്ങൾക്ക് ചിരി വന്നില്ലായിരുന്നോ ഈ ലുക്ക് കണ്ടപ്പോ? ഞങ്ങള് ഈ പറഞ്ഞ സീക്വൻസ് തന്നെയല്ലേ, പിന്നെ വിനയ് അവിടെ നിന്ന് പെർഫോം ചെയ്യുമ്പോൾ ഇപ്പൊ ഞാനും നവാസൊക്കെയാണ് കൂടുതൽ പിന്നെ ഒരുമിച്ച് കോമ്പിനേഷൻ സീക്വൻസ് ഒക്കെ ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ചിരി വരും അങ്ങനെ. പക്ഷെ ആ സ്ക്രിപ്റ്റിനകത്തുള്ള പുള്ളി പറയുന്ന ഡയലോഗ്സും ഭയങ്കര രസമുള്ള ഡയലോഗ്സ് ആണ്. അപ്പൊ അത് പെർഫോം ചെയ്യുമ്പോഴും ഇപ്പൊ നമ്മൾ മോണിറ്ററിന്റെ ഫ്രണ്ടിൽ പോയി നോക്കുകയാണെങ്കിൽ നമുക്കതിങ്ങനെ, നമുക്ക് ഉറപ്പാണ് എന്തായാലും തിയേറ്ററിലും വലിയൊരു ചിരി വരുത്തുന്ന ഒരു സംഭവമായിരിക്കുമല്ലോ. പക്ഷെ വെറുതെ ഇങ്ങനെ കണ്ടു മാത്രം ചിരിക്കുമായിരിക്കും.
വേറെ ഞാനൊക്കെ മാറി നിന്നിട്ടിരിക്കുകയായിരുന്നു. കാരണം ഒരു പോയിന്റ് കഴിയുമ്പോ പുള്ളിക്കനെ തോന്നുന്നു എന്നെ കളിയാക്കണമെന്ന്. ആ സീൻ വരെ ഫസ്റ്റ് കുറച്ച് ദിവസം നമുക്ക് നമ്മൾ ഇങ്ങനെ കാണുമല്ലേ, അത് ആക്സെപ്റ്റ് ചെയ്യാൻ ഒരു പാടായിരുന്നു. കാരണം വൈകി ചിലപ്പോ ഈ മേക്കപ്പും പരിപാടിയെല്ലാം കഴിയുമ്പോൾ വേറൊരു ലുക്കായിരിക്കും. പക്ഷെ പിന്നെ നമുക്ക് എന്താ പറയാ, ഇപ്പൊ കല്യാണം എന്നൊക്കെ പറയുമ്പം ഇപ്പം നമ്മളിങ്ങനെ വിചാരിക്കണേ വിനയ് ഏത് കോസ്റ്റ്യൂം ഇട്ടിട്ടായിരിക്കും വരുന്നത്, എങ്ങനെയായിരിക്കും അതാണ് ഇൻട്രസ്റ്റിംഗ് സാധനം. അപ്പൊ എങ്ങനെ ഉണ്ടാവും കാണാന്നൊക്കെ ആയിരിക്കും. അപ്പൊ ആ കല്യാണ പയ്യനായിട്ട് വരുമ്പോ എന്ന് പറഞ്ഞാല് വലിയൊരു മറ്റേ അതിനെന്താ പറയാ, തലപ്പാവ് പോലത്തെ സാധനം അതൊക്കെ വെച്ചിട്ട് വരുമ്പോ പിന്നെ ആ മീശയും ആ കോസ്റ്റ്യൂം എല്ലാം ഇട്ട് വരുമ്പോ കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷെ എന്താ പറയാ, അതിന്റെ കൂടെ നമുക്ക് ആ ഒരു ചിരിയും വരും. കാണാൻ നല്ല ഭംഗിയുണ്ടെന്നൊക്കെ ഇതിന് പറഞ്ഞു കേട്ടോ. അല്ലല്ല, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. മഞ്ജുനത് അംഗീകരിക്കാൻ പറ്റാറില്ല പലപ്പോഴും. മഞ്ജുനത് അംഗീകരിക്കാനും പറ്റാറില്ല. 25 ഇന്റർവ്യൂ എന്തോ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തു. ഇതിലൊരിക്കലും മഞ്ജുനത് അംഗീകരിച്ചിട്ടില്ല. പാട്ടുകാരനെ ഒഴിച്ച് ബാക്കിയൊക്കെ ഞാൻ അംഗീകരിച്ചാണ്. പാട്ട് പാടുന്ന പറഞ്ഞപ്പോ എനിക്ക് എന്തോ എന്റെ ലാസ്റ്റ് പരിപാടിക്ക് വിമൽ സാറ് ഹോം ടൂറിന് പാട്ട് പാടി അത് പൊളിച്ചായിരുന്നു കേട്ടോ. ഇപ്പൊ ഒരു പാട്ട് പാടിയാലോ? ഇപ്പൊ പാട്ട് പാടും ഞാൻ. എന്തത്? കാരണം ഞാൻ ബാക്കി എല്ലാരും ചോദിക്കുമ്പോ പാടും കേട്ടോ, ഞാൻ ചോദിക്കുമ്പോ മാത്രം വൻപുച്ഛം. അതൊരു തെറ്റാണോ? ഈ പാട്ട് നിങ്ങളും പാട്ട് എന്ന് പറയുമ്പോ വിമൽ സാറിനെ അല്ലാണ്ടോ എന്നെ വളരെ ഓർമ്മ. ഞാൻ പാടിയല്ലോ, ഹോം ടൂർ നടത്തിയ പാടിയല്ലോ. ഹോം ടൂർ വേറെ, ഇത് വേറെ. ഇതിപ്പോ പെരുമാനിയുടെ പ്രൊമോഷൻ അല്ല, ഇതിപ്പോ സിനിമയുടെ പ്രൊമോഷൻ ആണല്ലോ ഇനി. അടുത്ത ഇന്റർവ്യൂവിന് എന്തായാലും പാടുന്നതായിരിക്കും. മഞ്ജുവായിട്ടുള്ള ഇന്റർവ്യൂ ഞാൻ പ്രിപ്പയർഡ് ആയിട്ട് വരും. ഞാനൊരു ചെണ്ടയൊക്കെ വാങ്ങിയിട്ടുണ്ട്, ആ കുട്ടി പാടാം. ശരിക്കും പാടോ? അതെന്ത് സാധനം അത്? അത് ഭയങ്കരമായിട്ട് അതിനെയും പ്രൊമോട്ട് ചെയ്യണ്ടല്ലോ. ഇനി അടുത്ത സിനിമകളിൽ എന്തെങ്കിലും ഒരു ടൂളാണോ അത്? ഹാൻഡ് പാൻ കൊണ്ട് ഇങ്ങനെ ഇരുന്ന് ഭയങ്കര രസമുള്ള മ്യൂസിക് കിട്ടോ. അത് പഠിച്ചോ? പഠിച്ചിട്ടൊന്നുമില്ല. നമ്മള് ഒരു ഭയങ്കര സമാധാനം കിട്ടും പ്ലേ ചെയ്യുമ്പോ. അങ്ങനെ ഭയങ്കര ഒരു മെഡിറ്റേറ്റീവ് മ്യൂസിക് ആണ് അതിന്റെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്, ഞാൻ എവിടെയോ കണ്ട് എനിക്ക് താല്പര്യം തോന്നി, ഞാൻ ദുബായി പോയപ്പോ വാങ്ങിയതാണ്. ആരും പഠിപ്പിക്കുന്നൊന്നുമില്ല, ബേസിക് ഋതമാണല്ലോ നമ്മളെ നാടകം. ബേസിക് ഋതമാണത്. നമുക്ക് പിന്നെ എല്ലാ സാധനങ്ങളും അറിയാലോ അല്ലേ, കുറേശ്ശെ അല്ലേ? എന്നെ ട്രോളി ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞല്ലേ. അല്ല, ഞാൻ തിയേറ്ററിലായിരുന്നത് കൊണ്ടിട്ട് തല്ലൂട് ഞങ്ങള് കുറച്ചത് അല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞല്ലേ. ഞാൻ കളിയാക്കണ പോലെ തോന്നിയാ? ഇല്ല. വിനയ് നല്ലോണം ഡാൻസ് ചെയ്യും, വിനയും നല്ലോണം അഭിനയിക്കും, നല്ലോണം പാട്ട് പാടും ഇല്ലേ? അപ്പൊ പിന്നെ ഇതൊക്കെ കള്ള കാര്യല്ലേ? അപ്പൊ ഇൻസ്ട്രുമെന്റ്സ് പ്ലേ എന്റെ ഭാര്യയോട് അംഗീകരിക്കാറോ? അല്ല, ഇൻസ്ട്രുമെന്റിന്റെ കാര്യം ഞാൻ പറയാം. അതായത് ഈ ഒരു ബേസിക് ഋതം എന്ന് പറഞ്ഞ പരിപാടിയാണല്ലോ. നമ്മൾ ആക്ടേഴ്സ് ആകുമ്പോൾ ഒരു 95% ആക്ടേഴ്സിനും ഈ ഋതം സ്ട്രോങ് ആയിരിക്കും, പ്രത്യേകിച്ച് തിയേറ്റർ ആക്ടേഴ്സിന്. അപ്പൊ അങ്ങനെയുള്ളൊരു ഈ ഇടയ്ക്ക് ഞാൻ എഞ്ചിനിയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് എഞ്ചിനി സണ്ണിയുടെ ഏറ്റവും ഇഷ്ടമുള്ള സിനിമ എന്ന് പറയുന്നത് മോസയിലെ കുതിരമീനുകളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്. സണ്ണി ചെയ്ത ഏറ്റവും നല്ല വേഷങ്ങളൊന്നും മോസയിലെ കുതിരമീനുകളാണ്. ആക്ച്വലി അതെന്റെ ഒരു ചോദ്യമായിരുന്നു കേട്ടോ. ആദ്യം ഒരു ഉത്തരം പറഞ്ഞു. വിനയ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു കേട്ടോ, ഞാൻ ഒരുപാട് പ്രാവശ്യം തോറ്റ ആളാണ്, പക്ഷെ ഞാൻ എണീറ്റ് വരും എന്ന്. അതിന്റെ ഒരു പവർ എന്താ, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രോസസ് എന്താ? കാരണം ഇറ്റ് ഇസ് നോട്ട് ഈസിനോ അങ്ങനെ വരുന്നത്. അതായത് ഞാൻ വീണ കണക്ക് പറഞ്ഞാൽ നിങ്ങൾ ചിരിക്കും എന്നാണ് ആ ഡയലോഗ്. അതെന്താ അതിന്റെ ഒരു പ്രോസസ്, അല്ലെങ്കിൽ എന്താ അതിനൊരു മോട്ടിവേഷൻ വരിക? കൈൻഡ് ഓഫ് എക്സിസ്റ്റൻസ് ആണല്ലോ. നമ്മള് വീണ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ അത് അതിന്റെ തിരിച്ചറിവുണ്ട്. ആ തിരിച്ചറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അടിയുറച്ച വിശ്വാസമാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ ജീവിതം തന്നെ അതാണോ. നമ്മളൊക്കെ ഫേസ് ചെയ്യുന്നൊരു വിഷയം അത്. എൻ്റെ ലൈഫിൽ എനിക്കൊരു മേജർ പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ വിചാരിക്കും എൻ്റെ പ്രശ്നമാണ് ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നമാണല്ലേ. ഞാൻ മഞ്ജുവിനോട് സംസാരിച്ച് കഴിയുമ്പോൾ മഞ്ജുവിനുണ്ടാവും, അവനോട് സംസാരിച്ച് കഴിയുമ്പോൾ അതിലും വലിയ പ്രശ്നം അവനുണ്ടാവും. എല്ലാ ആളുകളും നമ്മൾ ലൈക്ക് വി ആർ ഫൈറ്റിംഗ് എ ബാറ്റിൽ, പല രീതിയിലുള്ള യുദ്ധങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ പ്രശ്നങ്ങളെ ഓർത്ത് സ്ട്രക്കായി നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നെ ഈ ഇമോഷൻസ് ഒക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാന്ന് പറയുന്നത്. എനിക്ക് ദുഃഖം എന്ന് പറയുന്ന ഒരു സാധനം എനിക്ക് എൻ്റെ ലൈഫിലുണ്ടെങ്കിൽ ഞാൻ ആ ദുഃഖത്തിനെ ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോലേ ഉള്ളൂ. ഇതൊരു പിന്നെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ചോയ്സ് ആണ്. അപ്പൊ നമ്മൾ അത്തരം ബേസിക് തിയറിയിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നതാണ്.
സെയിം ഒരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ നിന്നോട് ചോദിക്കുകയാണ്. ഇപ്പൊ ഇനി ഒരു ന്യൂ കമർ എന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ തുടങ്ങിയിട്ടല്ലോ കരിയർ, ആ സമയത്ത് നമ്മൾ എല്ലാ സിനിമകളും അനലൈസ് ചെയ്യും, ഇത് കാണും, ഇങ്ങനെ ഒരു ക്യാരക്ടർ ചിലപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും എന്നൊക്കെ ഒരു തോന്നൽ വരുമല്ലോ നമ്മൾ സിനിമകൾ കാണുമ്പോൾ. അങ്ങനെ ഏതെങ്കിലും റീസെന്റ് കണ്ട സിനിമയിൽ ഈ ഒരു ക്യാരക്ടർ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് അയ്യോ കിട്ടിയാൽ നന്നായിരുന്നു എന്ന് വിചാരിച്ച ഏതെങ്കിലും ക്യാരക്ടർ ഉണ്ടോ? അങ്ങനെ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ എനിക്കും അങ്ങനത്തെ ഒരു ഇതില്ല. പക്ഷെ ഒരു ക്യാരക്ടർ എനിക്ക് ചെയ്യണം എന്നുണ്ട്. എനിക്ക് സ്പോർട്സ് വുമൺ ക്യാരക്ടർ ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹം. ഒരു അത്ലറ്റിന്റെ ലോങ് ജമ്പ് വെച്ച് ബാക്കി എല്ലാ സ്പോർട്സ് പരിപാടികളും ഞാൻ ചെയ്യുന്നത്, എല്ലാം ആള് ചെയ്യുന്ന ഞാനല്ല, ദീപ ചെയ്യുന്നു. എനിക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അല്ലേ? അപ്പൊ അങ്ങനെ ഒരു പരിപാടി പിടിക്കണം എന്ന് അങ്ങനെ അതിനെ ഭയങ്കര, അതായത് സ്റ്റേറ്റ് അങ്ങനെയൊക്കെ പോയിണ്ടോ? അങ്ങനെയൊന്നുമില്ല, പക്ഷെ എല്ലാത്തിലും പോവായിരുന്നു. റണ്ണിംഗ് റേസ് അങ്ങനെ. പിന്നെ ബോഡിയും അത്ലറ്റിക്കാ ഇഷ്ടമാണ് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഭയങ്കരമായിട്ട്. ഓക്കെ. പെരുമാനിയുടെ ടീച്ചറിന് താഴെ ഒരുപാട് ഓൾ ദ ബെസ്റ്റ് DQന് പോയിട്ടുണ്ട്. ഞാൻ പക്ഷെ ഈ സാധനം അരിച്ചു പെറുക്കി നോക്കിയിട്ട് എവിടെ DQന്റെ ഒരു മെൻഷനോ DQന്റെ അങ്ങനെ ഒന്നുമില്ല. അതെന്താ അങ്ങനെ വന്നേ? ഷെയർ ചെയ്തുകൊണ്ടാണോ അപ്ലോഡ് ചെയ്തത് ടീച്ചർ വന്നതോ? ബേസിക്കലി ശബ്ദം ഇല്ലാത്തോണ്ടാണ് എനിക്ക് ചെവി കേൾക്കാത്തതാണോ? ചെവി കേൾക്കാത്തായിരിക്കും. ഭയങ്കര പതുക്കെ സംസാരിക്കുള്ളൂ. സത്യം. സംസാരിക്കാൻ ഇഷ്ടമില്ലാത്ത ആളാണ് ഞാൻ. ഇന്റർവ്യൂ കണ്ടില്ല, പക്ഷെ ഒരു ഇന്റർവ്യൂവിന്റെ തമ്മിൽ കണ്ടതാണ്. വേറെ വഴിയില്ലാത്തോണ്ടാണ് ഇന്റർവ്യൂസിന് വരുന്നതെന്ന്. സത്യസന്ധമായിട്ടും അങ്ങനെയാണോ? എനിക്ക് ഇങ്ങനെ ഉണ്ടല്ലോ, ഞാൻ അത് വായിക്കാണ്, അത് വായിച്ചിട്ട് മറ്റേ സീൻ അല്ലല്ല അങ്ങനെയൊന്നുമില്ല. അതായത് ഇന്റർവ്യൂല് അത് പറഞ്ഞിട്ടുണ്ടോന്ന് എനിക്കറിയില്ല കേട്ടോ. അതിന്റെ തമ്മിൽ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ലൈനിൽ നിന്ന് വെട്ടിക്കുറിച്ച് ഇന്റർവ്യൂല് വരുമ്പോ അങ്ങനെ ഇന്റർവ്യൂല് വരാൻ ബുദ്ധിമുട്ടുണ്ടോ? ഐ മീൻ മടിയുണ്ടോ? ഇല്ലല്ല അങ്ങനെയൊന്നുമില്ല. ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും സാധനങ്ങളുണ്ടോ? അതിൽ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോ എന്റെ പൊന്നു ഇത് ഇവിടെയെങ്കിലും ചോദിക്കാതിരിക്കുമെന്ന് തോന്നിയ സാധനം? അങ്ങനെയൊന്നുമില്ല. ഉറപ്പാണോ? എന്നാ ഞാനൊരു ചോദ്യം ചോദിക്കാം. ഇല്ല ഞാൻ അങ്ങനെ ആണെങ്കിൽ എന്തെങ്കിലും അതുണ്ടെങ്കിൽ ഒഴിവാക്കാലോ എന്ന് സൈക്കോളജിക്കൽ. എനിക്ക് എങ്ങനെയുണ്ടോ ഇന്റർവ്യൂസിന് ചെല്ലുമ്പോ ഇത് സ്ഥിരം ചോദിക്കണ്ടല്ലോ, നിർത്താറായില്ലേ? പ്രേമത്തിലുള്ള ഡയലോഗൊക്കെ പ്രേമത്തിനെ കൂടി സംസാരിക്കുന്നു. കുഴപ്പമില്ല, നമുക്ക് ഭയങ്കര പ്രിയപ്പെട്ട സിനിമയാണ്. പക്ഷെ അത് ഇങ്ങനെ നമ്മൾ അതിനെ കുറിച്ചിട്ട് നമ്മള് സെയിം പരിപാടി റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കുക എന്ന് പറയല്ലേ. മനസ്സിലായി. നേരത്തെ പറഞ്ഞ പോലെ മലയാള സിനിമയുടെ ഒരു ഗോൾഡൻ പീരീഡ് എന്ന് പറയും. നമ്മൾ ഇറങ്ങുന്ന എല്ലാ സിനിമകളും സൂപ്പർ ഹിറ്റ്. നമ്മളിത് ഏത് തിയേറ്ററിൽ പോയി, നമ്മൾ ആസ് എ പ്രേക്ഷക ഇത് ഏത് തിയേറ്ററിൽ ഓരോന്നും കണ്ടു തീർക്കാനുള്ള വെപ്രാളാണ്. അങ്ങനെ വരുമ്പോഴേ നമ്മൾ എടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇറക്കുന്ന പ്രോഡക്റ്റ് ദൈവം ഇതെങ്ങാനും പൊട്ടിയ അതിനൊരു കളങ്കാവല്ലോ എന്ന് ഇതിന്റെ ഒരു പ്രഷർ ഉണ്ടാവോ നിങ്ങൾക്ക് സിനിമയുടെ? അങ്ങനെ പ്രഷറിൽ അർത്ഥമില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ വിശ്വസിക്കുന്ന എന്റെ തിയറി ഭയങ്കര, നമ്മളൊരു സിനിമ, ഒരാൾ നമ്മളെ ചൂസ് ചെയ്തു, നമ്മൾ ആ സിനിമ സെലക്ട് ചെയ്തു, നമ്മൾ സ്ക്രിപ്റ്റൊക്കെ വായിച്ച് വളരെ ആത്മാർത്ഥമായിട്ട് ആ ജോലി ചെയ്തു, അതിൻ്റെ പ്രൊമോഷനൊക്കെ പോയി എല്ലാം ചെയ്തു. പിന്നെ ആ സിനിമ നമ്മളുടേതല്ല. പിന്നെ സിനിമ ജനങ്ങളുടേതാണ്. ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. സിനിമ വിജയിക്കും പരാജയപ്പെടും, അതൊക്കെ നമ്മൾ അംഗീകരിച്ചിട്ട് മുന്നോട്ട് പോകും. അങ്ങനെ സിനിമയുടെ വിജയത്തിൽ ഭയങ്കരമായിട്ട് സന്തോഷിക്കും, പരാജയപ്പെടുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെടും? ഇല്ല, ന്യൂട്രലായി നിൽക്കും. അല്ലെങ്കിൽ എന്താണെന്ന് അറിയോ, ഈ വീഴ്ചയുടെ ഭയങ്കര കൂടുതലായിരിക്കും. വിജയിച്ചു കഴിഞ്ഞാലും അങ്ങനെയാണ്, നമ്മൾ ന്യൂട്രൽ സ്റ്റേറ്റിൽ തന്നെ പോകും. സണ്ണീയുടെ നെക്സ്റ്റ് പരിപാടികൾ എന്തൊക്കെയാ? സിനിമകൾ വരാനുള്ളത്? സിനിമ ഇത് ഒന്ന് പെരുമാനി, പിന്നെ ഒരു ഗോഡ് എന്ന് പറഞ്ഞൊരു സിനിമ വരാനുണ്ട്, പിന്നെ ടർക്കിഷ് തർക്കം, ഇതാണ് ഇനി നെക്സ്റ്റ് റിലീസ് ഉള്ളത്. പിന്നെ വേറെ ഒന്നും ഷൂട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഷൂട്ടൊന്നും ചെയ്തിട്ടില്ല. കുറച്ചായിട്ട് ഇങ്ങനെ സ്ക്രിപ്റ്റുകൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നൈസ്. 2024 വാസ് എ ബിഗ് ഡീൽ ഫോർ യു അല്ലേ? ആട്ടം, അതുപോലെ ഫാമിലി ഒക്കെ, അത് ഭയങ്കര അൺകൺവെൻഷണൽ സിനിമകളാണെങ്കിൽ കൂടി ആളുകൾ ഭയങ്കര ഡിസ്കസ് ചെയ്ത സിനിമകളാണ്. ഇനി അങ്ങോട്ടും കുറേ വിനയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഒക്കെ എടുത്ത് നോക്കിയാൽ കുറേ സിനിമകൾ കാണാം. ചിത്തിനി, അതുപോലെ സീരിയൽ ചിത്തിനി എന്നല്ലേ സിനിമയുടെ പേര്? തേർഡ് മർഡർ എന്ന് പറഞ്ഞ സിനിമ ചെയ്തിട്ടുണ്ട്. ചിത്തിനി എന്ന സിനിമ ചെയ്തു. അതിലാണോ സീരിയൽ കില്ലർ ആയിട്ട്? തേർഡ് മർഡർ. എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട വേറൊരു സിനിമയുണ്ട്, സംശയം എന്ന് പറഞ്ഞ സിനിമ. സംശയം എനിക്ക് ഭയങ്കര ഫേവറേറ്റ് സിനിമയാണ്.
ഈ ആർക്കറിയാമിന്റെ കോറേറ്റർ രാജേഷ് എഴുതി ഡയറക്ട് ചെയ്തത്. മജുവിനെ പോലെ തന്നെ രാജേഷ് മൈൻഡ് ബ്ലോയിങ് റൈറ്ററാണ്. ഭയങ്കര രസമുള്ള സിനിമയാണ്. നല്ല ടൈറ്റിലും സംശയം അത് ഭയങ്കര രസമുള്ള സിനിമ. ഈ ചിത്തിരി എന്ന് പറയുന്നത് പ്രേതപ്പടാണോ? ഹൊറർ സിനിമ ആണോ? ആദ്യത്തെ ഒരു പോസ്റ്റർ ഒന്നും കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ല. രണ്ടാമത്തെ വേറൊരു പോസ്റ്റർ ഉണ്ടായിരുന്നില്ലേ, കംപ്ലീറ്റ് ഹൊറർ. നൈസ്. അതുപോലെ വടകര സിനിമയില്, അതുപോലെ നമ്മുടെ ഫാമിലിയിൽ ഇടുക്കി ആക്സെന്റ്, ഈ ആക്സെന്റുകളുടെ ഒരു പിടുത്തമുണ്ടല്ലോ. ഇപ്പൊ ഈ പെരുമാനിയിൽ ഓരോരുത്തരുടെയും ആക്സെന്റിന് ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, അത് പിടിച്ചിട്ടുണ്ടോ? ആക്സെന്റ് മാറ്റിയിട്ടുണ്ടോ? ഞാനും മലബാർ ഫ്ലേവർ കൊടുത്തിട്ടുണ്ട്. എക്സാക്ട്ലി ഒരു ആക്സെന്റ് പിടിക്കാൻ നോക്കിയിട്ടില്ല. ഇപ്പൊ ഞാൻ സാധാരണ സംസാരിക്കുന്ന ഭാഷയില്ലേ, അത് കുറച്ച് ഒഴിവാക്കിയിട്ട് മലബാറിന്റെ ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതൊരു എക്സ്പെരിമെന്റൽ, നമുക്കൊരു ഒരു ഒരു സ്പേസ് ഉണ്ടായിരുന്നു, നമുക്കൊരു ഫ്രീഡം ഉണ്ടായിരുന്നു. അതായത് നമുക്കൊരു പരിപാടി എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള. അപ്പൊ ഞാൻ എൻ്റെ ഭാഷ തന്നെ പറയാണ്ട് ഈ നാസർ എന്ന് പറഞ്ഞ ക്യാരക്ടർ കുറച്ച് മലബാർ ആക്സെന്റിൽ എങ്ങനെ പുൾ ഓഫ് ചെയ്യാൻ പറ്റും എന്നുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ഈ നാസർ എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഒരു ഔട്ട്ലൈൻ പറഞ്ഞ എങ്ങനെയാ പറയാ? പെരുമാനിയിലെ അലവിലാതി ഷാജിയാണോ? അങ്ങനെ പറയാന്നല്ലേ? അത് കണ്ടപ്പോ അങ്ങനെയാ തോന്നിയ അല്ലേ? ഇയാള് ആ പ്രദേശത്ത് ഏറ്റവും ധനികനായിട്ടുള്ള ഒരാളാ. അതാ പല്ല് കണ്ടപ്പോ സ്വർണ്ണപ്പല്ലും JCB ഒക്കെ ഉള്ള ഒരാളാ. റിച്ച് പീപ്പിൾ. സണ്ണിയുടെയോ ക്യാരക്ടർ? നിങ്ങൾ പുള്ളിയുടെ എതിരാളിയാണോ? അല്ലല്ല, ഞങ്ങള് സുഹൃത്തുക്കളാണ്. സിസ്റ്ററായിട്ട് കല്യാണം ഉറപ്പിച്ചിരിക്കുന്നു. അളിയൻ ദ മാൻ. അല്ല, ഞാൻ പറഞ്ഞ പേടി The man. എന്താ എല്ലാം ഞാൻ പറഞ്ഞോളൂ. ആ ഭയം, ആ കണ്ണുകളിൽ ഭയം. ക്യാരക്ടറിനെ കുറിച്ച് പറ. എൻ്റെ ക്യാരക്ടറിന്റെ പേര് മുജീബ്. എന്താ പറയാ, 5 നേരം നിസ്കരിക്കൊക്കെ ചെയ്യുന്ന, പിന്നെ സിസ്റ്റർ ഉണ്ട്, പിന്നെ മദർ ഉണ്ട്, നന്നായിട്ട് നല്ലൊരു ഫാമിലി ലീഡ് ചെയ്യുന്ന ഒരു ഫാമിലി മാൻ. ദീപയുടെയോ? എൻ്റെ ക്യാരക്ടറിന്റെ പേര് ഫാത്തിമ. അതില് ഫാത്തിമ എന്ന് പറയുന്നത് നല്ലൊരു ജെന്യുവൻ ആയിട്ടുള്ള ഒരു പാവം ക്യാരക്ടറാണ്. വിനയ് ഫോർട്ടായിട്ടുള്ള കല്യാണം എൻഗേജ്മെന്റ് നടത്തി വെക്കുന്നത്. ലുക്മാൻ പിന്നെ ഒരു മേജർ റോൾ ചെയ്യുന്നുണ്ട്. സണ്ണിച്ചേട്ടൻ എൻ്റെ ബ്രദറായിട്ടാണ് സിനിമ. ആ നാട്ടിലൊരു സുന്ദരിയാണ്, ഒരു ചെറിയ സുന്ദരിയാണ്. അതായത് ഇങ്ങനെ ഈ പറയുന്ന പോലെ ആ പ്രദേശത്തുള്ള ബ്യൂട്ടി ക്വീൻ. എന്നിട്ടാണോ ഇങ്ങനെ അടങ്ങിയിരിക്കുന്നത്? ഇതില് നിങ്ങൾക്ക് ആർക്കും മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല? ഞാൻ ഉദ്ദേശിച്ചത് ഈ ലുക്ക് വൈസ് മാറ്റമല്ലാണ്ട് എല്ലാരും ഭയങ്കര റോ ആയിട്ട് അറിയാണ്ട് ലിപ് ബാം ഇട്ടാ പോലും അയച്ചാണ് ഞാൻ പറയും. മജുചേട്ടന്റെ സ്ഥിരം പരിപാടിയാന്ന് തോന്നുന്നല്ലേ? അല്ലേ? പക്ഷെ എനിക്കത് മതി. പോസിറ്റീവായിട്ട് തോന്നി. അപ്പന്റെ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്, മണ്ണ് വാരി തേച്ച പോകുന്നൊക്കെ അവരെ പറഞ്ഞിട്ടുണ്ട്. ഒരെണ്ണത്തിന്റെ ലുക്കില് ആ ഒരു ക്യാരക്ടർ നമുക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടും. അത്രയും റോനെസ് ആണ് ആ ക്യാരക്ടറിന്, ഓരോ ക്യാരക്ടേഴ്സും. പക്ഷേ ദീപയുടെ ക്യാരക്ടർ ആക്ച്വലി ഭയങ്കര ഗ്രേസ്ഫുള്ളാണ്. ഭയങ്കര ഗ്രേസ്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീപ ഉടുക്കുന്ന ഒരു ഉടുപ്പില്ലേ, അത് അതിന്റെ കളേഴ്സ് അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന തട്ടം അങ്ങനെ ഭയങ്കര ഗ്രേസ്ഫുൾ ആയിട്ട് തന്നെയാണ് പോർട്രേ ചെയ്തേക്കണേ. എന്നാലും ഒരു കളർഫുൾ ആണ് എല്ലാവരും. താങ്കളുടെ ഗ്രൂം പുകഴ്ത്തുന്നുണ്ടല്ലോ. പുകഴ്ത്തുന്ന മാത്രമല്ല, നന്നായി ഒബ്സർവ് ചെയ്തിട്ടുണ്ട് അല്ലേ? എന്തൊരു ആത്മാർത്ഥത ക്യാരക്ടറിനോട് അല്ലേ? അത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മഞ്ജു ചേട്ടന്റെ സിനിമകൾ ഉണ്ടല്ലോ, ഇപ്പൊ അപ്പൻ കണ്ടിട്ടാണെങ്കിലും ഇത് കണ്ടിട്ടാണെങ്കിലും നമുക്ക് ഇങ്ങനത്തെ ഒരു റോ സിനിമകളാന്നുള്ളൊരു തോട്ട് ഉണ്ട്. വേറെ അല്ലാണ്ട് ഇപ്പൊ നിങ്ങൾക്ക് രണ്ടാൾക്കും ആളെ പേഴ്സണലി അറിയാവുന്ന ആളാണ്. ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്താൽ പൊളിക്കൂട്ടോ, ഇത് വിട്ടിട്ട് ഇങ്ങനത്തെ ഒരു സിനിമ, അങ്ങനെ ഒരു തോട്ട് വരില്ലേ? അങ്ങനെ വന്നാൽ എന്ത് സിനിമയായിരിക്കും? ഏത് കൈൻഡ് ഓഫ് സിനിമയായിരിക്കും? ഞാൻ മജുവിനോട് അടിപ്പടം ചെയ്യാനാ പറയുന്നത്. അത് നായകൻ അല്ല, അടിപ്പടത്തിൽ എനിക്ക് ഇതില്ല കേട്ടോ. എനിക്ക് അങ്ങനെ നായകനാകണമെന്നില്ല. എനിക്ക് മനസ്സിലായി. എനിക്ക് ആ ജോണറിൽ ഒരു മേജർ, അതെ. പക്ഷെ ആ ഫ്ലോ അത്ര നന്നായില്ല കേട്ടോ. അത് കുഴപ്പമില്ല. അതെന്താന്നറിയാമല്ല, സത്യസന്ധമായിട്ട് എന്റെ മുഖം ആദ്യം റെസ്പോണ്ട് ചെയ്യും, പിന്നെ എനിക്ക് കള്ളം പറയാൻ വരുള്ളൂ. ചെറിയ തോൽവിയാണ് അത്. ഒരു നടനായ നിങ്ങൾ പറയാൻ പാടില്ല. അത് ശരിയായില്ല. നമ്മൾ തമ്മിലുള്ള ബന്ധം തന്നെ അവിടെ കട്ട് ചെയ്തു. പറ സണ്ണി,
മധുചേട്ടൻ ചെയ്ത ഒരു ഇങ്ങനെ ഈ ജോണർ വിട്ടിട്ട് ഇങ്ങനെ ഒരു ജോണർ ചെയ്ത പൊളിക്കും എന്ന് തോന്നിയിട്ടുള്ള അങ്ങനെ ഒരു പുള്ളിക്ക് ഒരു മാസ് ആക്ഷൻ സിനിമയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. പക്ഷെ അതൊരു അതൊരു കൾക്കൈൻഡ് അങ്ങനെ ആവാൻ സാധ്യതയുള്ള പ്രോഗ്രാം ആയിരിക്കും അല്ല പുള്ളി ചെയ്യുകയാണെങ്കിൽ. പക്ഷെ മാസ് ആക്ഷൻ ആയിരിക്കും. ചെയ്യോ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ചെയ്യും. ഇത് ചെയ്ത്തൊക്കെ ആശ്രയിച്ചിരിക്കുന്നത് ഈ സിനിമയിലാണ്. ഈ സിനിമ നമ്മളെ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തി. ഈ സിനിമ ഒരു വൻ സാമ്പത്തിക വിജയമുള്ള സിനിമ ആയിക്കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് എന്തും ചെയ്യാനുള്ളൊരു ശ്രേയം ഉണ്ടാവും. അല്ല ഇപ്പൊ അങ്ങനെ ആലോചിക്കാത്തത് അതിനുള്ള ആസ് എ ഡയറക്ടർ അതിനുള്ള ഒരു പ്രിവിലേജിലേക്ക് വരാത്ത. തീർച്ചയായിട്ടും നമുക്ക് ഓരോ സിനിമകളും അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊക്കെ അഭിനയിക്കുന്ന സിനിമയുടെ ഒരു ക്യാൻവാസ് ഉണ്ടല്ലോ. ഇപ്പൊ ദുൽഖർ സൽമാൻ അഭിനയിക്കുന്ന സിനിമയുടെ ബഡ്ജറ്റിലല്ലോ നമ്മൾ അഭിനയിക്കുന്നത്. അപ്പോ നമ്മളിലേക്ക് എത്തുന്ന കഥകളുടെ വലിപ്പം അതായിരിക്കും. കുറച്ചും കൂടി കോണ്ടന്റ് ഓറിയന്റഡും പ്രാക്ടിക്കൽ ആയിട്ടുള്ള സാധനം. ഇപ്പൊ പെരുമാനി തന്നെ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 10 കോടിയിലൊക്കെ ചെയ്യാം ഈസിലി. അപ്പൊ ഞാൻ പറഞ്ഞത് ഓരോ സിനിമയുടെ സാമ്പത്തിക വിജയമാണ് അടുത്ത ഒരു പ്രൊജക്ടിന്റെ വ്യാപ്തി വലിപ്പം നിർണ്ണയിക്കുന്നത്. എത്ര വലിയ സിനിമ എടുക്കണം എന്ന് തീരുമാനിക്കുന്നത്. കണ്ടിട്ട് നല്ല രസമുണ്ട് കേട്ടോ, കണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. തിയേറ്ററിൽ കാണാൻ ഒരു ആഗ്രഹം തോന്നുന്ന ടീച്ചറൊക്കെയാണ്. ഇത് ആബ്സല്യൂട്ട്ലി തിയേറ്ററിക്കൽ സിനിമയാണ്. തുടക്കം മുതലേ ഇവര് പറയുന്നത് തിയേറ്ററിക്കൽ സിനിമ എന്ന് പറഞ്ഞാണ് ഷൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ചെറിയ സിനിമയല്ല. ഇതിലൊരു 70 ഡയലോഗ് പറയുന്ന ആക്ടേഴ്സ് ഉണ്ട്. അവരൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, നമ്മൾ കൊടുക്കുമ്പോൾ. അതെ, 70 പേരുണ്ട്. പിന്നെ ഈ പറയുന്ന പല പരിപാടിയും വലിയ ക്രൗഡിനെയൊക്കെ വെച്ച് തന്നെ ഷൂട്ട് ചെയ്തേക്കുന്ന സിനിമയാണ്. വലിയ ക്യാൻവാസ് ആണ്. പെരുമാനി എന്ന് പറയുന്ന സ്ഥലം സെറ്റ് ഇട്ടതാണോ? പാലക്കാടുള്ള ഒരു സ്ഥലമാണ്. അതിൽ പല കാര്യങ്ങളും സെറ്റ് ഇട്ടിട്ടുണ്ട്. നമ്മളതിനകത്ത് ഷൂട്ട് ചെയ്തിട്ടുള്ള വീട് ഒരു മേജർ ലൊക്കേഷൻ. കുറച്ച് വീട് പണ്ട് 1960 വീടാ. ആ വീട് അങ്ങാണ്ട് 200 രൂപയ്ക്കോ പണ്ട് അങ്ങോട്ട് മേടിച്ചാണ്. 200 രൂപയ്ക്കോ? ആ സമയത്ത് അതിന്റെ ഓണർ വന്നിട്ട് പറഞ്ഞാന്ന് 200 100 അങ്ങനെ എന്തോ 200 100 അങ്ങനെ എന്തോ. അതെ, ആ കാലഘട്ടം. ഈ പെരുമാനി നടക്കുന്ന കാലഘട്ടം ഏതാ? അത് പ്രസന്റ്. ഒരു കണ്ടംപററി പരിപാടിയാണ്. നമ്മൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ടുണ്ട്, ബൈക്ക് ഉണ്ട്, JCB ഉണ്ട്. നമ്മൾ വിചാരിച്ചാൽ പഴയ കാലം അല്ല. ഇതൊരു ഇമാജിനറി സ്പേസ് ആണ്. ഈ മാലിക് ചെയ്യുന്ന സമയത്ത് മുരുകദാസ് അതുപോലെ നെൽസൺ ഒക്കെ സിനിമകൾ വന്നിരുന്നു. പക്ഷെ മാലിക്കിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുമായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അങ്ങനെ വേറെ ലാംഗ്വേജ് സിനിമകൾ വന്നില്ലേ? അത് ചെയ്യാത്തതാണ്. അല്ല, അതർ ലാംഗ്വേജ് സിനിമ വരും. പക്ഷെ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു വിഷയം, പ്രത്യേകിച്ച് നമ്മൾ സ്റ്റാർസ് അല്ലാത്ത ആളുകൾ, അവര് ഒരു പുതിയ ആക്ടേഴ്സിനെ പോലെയാണ് പലപ്പോഴും ട്രീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3-4 മാസത്തിൽ അവർക്ക് 25 ദിവസം വേണ്ടി വരും. പിന്നെ നമ്മൾ അത്ര റെമ്യൂണറേറ്റ് ചെയ്യപ്പെടുകയില്ല. അപ്പൊ ആ ഒരു വ്യത്യാസം ഉള്ളതുകൊണ്ട് ഒരു ആക്ടറിനെ പോലെ അവരങ്ങനെ ട്രീറ്റ് ചെയ്യും. നമ്മൾ ഇവിടെ ചെയ്ത നമ്മുടെ റെക്കോർഡ്സ് ഓഫ് വർക്ക് ഒന്നിനും മാനദണ്ഡമല്ല. അവർക്കൊരു ആക്ടറിനെ വേണം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവും ആ റോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നമ്മളെ ഭയങ്കര ഇമ്പ്രസീവായി തോന്നുന്നൊന്നും വന്നിട്ടില്ല. ഇപ്പൊ ഒരെണ്ണം സംസാരിച്ചിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്, പക്ഷെ എത്രത്തോളം പ്രാക്ടിക്കൽ ആവും അറിഞ്ഞുകൂടാ. നമുക്ക് എപ്പോഴും കഞ്ഞിയും പയറുമാണല്ലോ ഇമ്പോർട്ടന്റ്. നമ്മളുടെ റൂട്ട് ഇവിടെയാണ്. ഇവിടെ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ അതിലേക്ക് പോകലാണ്. മറ്റേത് പ്രയോറിറ്റി അല്ല. ഒന്നുമില്ലെങ്കിൽ ചെയ്യാന്നുള്ളത് അത്രേ ഉള്ളൂ. ഓക്കെ, ഇനിയിപ്പോ ഏതാണ്ട് നമ്മൾ ഇന്റർവ്യൂ അവസാനിപ്പിക്കാൻ പോവാണ്. ദീപയുടെ ഒരു ഫ്രണ്ട് ദീപ എടുത്ത് ചോദിക്കുക, പെരുമാനി എങ്ങനത്തെ സിനിമയാ, തിയേറ്ററിൽ തന്നെ എന്ത് ഫീലാ കിട്ടാന്ന് ചോദിച്ചാൽ എന്താ പറഞ്ഞു കൊടുക്കുക? എന്റെ പഞ്ചാട്ടോ കംപ്ലീറ്റ് താങ്കളുടെ കയ്യിലാണ്. പെരുമാനി ഒരു ഫൺ മൂവിയാണ്, ഫൺ എന്റർടൈനിങ് മൂവിയാണ്. ഏത് ആൾക്കാർക്കും, ഏത് കുടുംബക്കാരായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും, ഏത് ഏജ് ഗ്രൂപ്പിനും വന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് പെരുമാനി. ഞാൻ ഓരോ സീനുകൾ ഗോ ത്രൂ ചെയ്യുമ്പോഴൊക്കെ ഞാൻ തന്നെ കുറെ ഭാഗങ്ങൾ ചിരിച്ചിട്ടുണ്ട്. അപ്പം ഒരുപാട് എന്താ പറയുക, ഹാപ്പിനെസ് തരുന്ന മൂവി ആയിരിക്കും പെരുമാനി. അപ്പം എന്തായാലും എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും സിനിമ. സോ പ്ലീസ് ഡു സപ്പോർട്ട്. ഒരു ക്വസ്റ്റ്യൻ കൂടെ, ബിഫോർ പെരുമാനി ആൻഡ് ആഫ്റ്റർ പെരുമാനി ആസ് എൻ ആക്ടർ വന്നിട്ടുള്ള എന്തെങ്കിലും ഒരു ഡിഫറൻസ് ചോദിച്ചാൽ എന്താ പറയാ? ഇത് ഉത്തരം പണ്ട് കോപ്പി അടിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു തോന്നല്ലേ? അത് നന്ദി പ്രകടനമാണോ? പണ്ട് ആരൊക്കെയോ കോപ്പി അടിക്കാൻ സഹായിച്ചിട്ടുണ്ട് തോന്നല്ലോ. ഫുൾ ആൻസർ പറഞ്ഞു കൊടുക്കായിരുന്നു. അത് പ്രതീക്ഷിച്ചോണ്ടാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ദീപയുടെ കരിയറിലെ ബെഞ്ച് മാർക്കാണ്. എനിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സിനിമയാണ് പെരുമാനി. എന്ന് വെച്ചാൽ ഞാൻ അധികം സിനിമകൾ ചെയ്തിട്ടില്ല,
നല്ല രസമുണ്ട് പെർഫോം ചെയ്ത് കാണാനും, പിന്നെ ക്യാരക്ടർ കാണാനും നല്ല ഭംഗിയുണ്ട്. ക്യാരക്ടറൈസേഷൻ പിന്നെ സിനിമയുടെ ഒരു സോളാണ് അല്ലേ, ഈ സിനിമയുടെ ഒരു ആത്മാവെന്ന് പറയാവുന്ന ഈ മറ്റേ പെരുമാനി, എൻ്റെ ക്യാപ്ഷൻ ഇങ്ങനെ ഫാത്തിമ ഞാൻ ആസർ കിട്ടൂല കട്ടായം എന്ന് പറയുന്ന പോലത്തെ ഒരു പരിപാടിയാണ്. ഫാത്തിമ ദീപയാണ്. ആ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ് പെരുമാണി. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറാണ് എനിക്ക് കിട്ടിയതിൽ. ഇറ്റ് ഈസ് എ ബിഗ് ഡീൽ അല്ലേ? ഇനി അങ്ങോട്ടും കരിയറിൽ ഒരു ബിഗ് ഡീൽ ആയിട്ട് തന്നെ പെരുമാനി നിൽക്കട്ടെ. തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ എല്ലാവരും ഈ പറഞ്ഞ മാതിരി ഞാൻ ടീച്ചർ കണ്ടിട്ട് കുറെ നേരം ആലോചിച്ച് ചിരിച്ച പോലെ തിയേറ്ററിൽ ഇറങ്ങിയിട്ട് എല്ലാവരും ചിരിക്കട്ടെ. കീടിലൻ മൂവി ആയിട്ട് വരട്ടെ. ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്.